വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മണിപ്പൂരിൽ വീണ്ടും വെടിവെപ്പുണ്ടായിരിക്കുന്നു. ബീഹാറിൽ നിന്നുള്ള 2 നിർമ്മാണ തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. കാക്ചിങ് ജില്ലയിലാണ് വെടിവെപ്പുണ്ടായത്. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. മണിപ്പൂരിൽ വീണ്ടും അശാന്തിയുടെ നാളുകൾ തുടങ്ങിയിരിക്കുകയാണോ? ഏത് രീതിയിലാണ് ഇപ്പോൾ നടന്ന ഈ ഒരു വെടിവെപ്പുണ്ടായത്? അതിഥി തൊഴിലാളികൾ, അതായത് കൺസ്ട്രക്ഷൻ മേഖല, നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ബീഹാറിൽ നിന്നുള്ള 2 തൊഴിലാളികളെയാണ് ഇന്നലെ അജ്ഞാതർ വെടിവെച്ച് കൊന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തറിയുന്നത്. ഏതായാലും ഇത് മേത്തി വിഭാഗത്തിന് പ്രാമുഖ്യമുള്ള സ്ഥലത്ത് വെച്ചാണ് ഇത്തരമൊരു വെടിവെപ്പുണ്ടായത് എന്നത് നിർണായകമാണ്. ഏതായാലും ബീഹാറിൽ ധൻപൂർ ജില്ലയിൽ നിന്നുള്ള 2 തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ തൊഴിലാളികളെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെച്ച് യന്ത്രത്തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു എന്നാണ് പോലീസ് അധികാരികൾ പറയുന്നത്. ഏതായാലും റോഡിന് തൊട്ട് മുമ്പുള്ള പണിക്കെത്തിയ നിർമ്മാണ തൊഴിലാളികളാണ്. അവർ താമസിക്കുന്ന സ്ഥലത്താണ് ഇവരെ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. റോഡ് സൈഡിലുള്ള ഒരു തൊഴിലാളികൾക്കുള്ള ലയത്തിലാണ് ഇവരെ വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും മണിപ്പൂരിൽ വീണ്ടും കലാപത്തിന്റെ ഒരു സാധ്യത മുന്നിൽ വരികയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലോക്സഭയിൽ പ്രസംഗിച്ചപ്പോഴും മണിപ്പൂരെ കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. അതേസമയം മണിപ്പൂർ മുഖ്യമന്ത്രി മണിപ്പൂരിലെ കൊലപാതകങ്ങളും അല്ലെ വെടിവെപ്പും വിവാഹഗതിയും ഒക്കെ കോൺഗ്രസ് പ്രചരണായുധമാക്കുന്നു എന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരുന്നു. ഈ മണിപ്പൂരിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുകയാണെന്നും പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ബീഹാറിൽ നിന്നുള്ള 2 നിർമ്മാണ തൊഴിലാളികളെ വെടിവെച്ച് കൊന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നേ ഉള്ളൂ. ശരി ശരത് ലാൽ.